ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സക്സസീവ് പേഴ്സൻറ്റേജ് ചേഞ്ച് ആണ്. മുൻപുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി എന്നൊരു ടേം അത് 10% ഇൻക്രീസ് ചെയ്തു, ദെൻ അത് എക്ക് ഉണ്ടാക്കിയ മാറ്റം എന്താണ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് 10% ഡിക്രീസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ബി എത്ര കുറഞ്ഞു അല്ലെങ്കിൽ എത്ര കൂടി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സക്സസീവ് പേഴ്സൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആവാം, ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആ ഒരു ചേഞ്ച് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു നമ്പർ 10% ഇൻക്രീസ് ചെയ്തു, ദെൻ വീണ്ടും 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഒരു നമ്പർ ഉണ്ടായിരുന്ന ചേഞ്ച് എന്താണ് എന്നാണ് നമ്മളിവിടെ കണ്ടെത്താൻ പോകുന്നത്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇത് രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. കൺവെൻഷണൽ മെത്തേഡിലൂടെ ചെയ്യാം, ഫോർമുല വെച്ചിട്ട്. അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് നോക്കാം. ഇതിനൊരു ഫോർമുല ഉണ്ട്, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഈ എക്സ് വൈ എന്ന് നമുക്ക് നമ്മുടെ ക്വസ്റ്റിന് അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇത് എക്സും ഇത് വൈ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ 10 പ്ലസ് 20 പ്ലസ് 10 ഇൻറ്റു 20, അതായത് എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ അല്ല, അപ്പോൾ 10 ഇൻറ്റു വൈ, 10 ഇൻറ്റു 20, ദെൻ 100 സീക്വൽ ടു 10 പ്ലസ് 20 എന്ന് പറയുമ്പോൾ 30 പ്ലസ് 10 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 200 ബൈ 100 സീക്വൽ ടു സീറോസ് കട്ട് ചെയ്യാം, നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 30 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 32. ഇതാണ് ഈ ഒരു കൺവെൻഷണൽ മെത്തേഡ്സിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ദെൻ ഷോർട്ട് കട്ട് മെത്തേഡ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുന്ന നമ്പർ 100 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. നമുക്ക് 100 എടുത്തു, ഫസ്റ്റ് നമ്പർ 100 ആയിട്ട് അസ്യൂം ചെയ്തു. ദെൻ അത് 10% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആരോ മാർക്ക് മുകളിലൂടെയും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആരോ മാർക്ക് താഴത്തു കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 10% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 100ൻ്റെ 10% എത്രയാണ്? 10 തന്നെയാണ്. അപ്പോൾ 100 പ്ലസ് 10 ഇവിടെ 110 വരും. ദെൻ വരുന്നത് എത്രയാണ്? 20% വീണ്ടും ഇൻക്രീസ് ചെയ്തു. ദെൻ വീണ്ടും ഇൻക്രീസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ 20% വീണ്ടും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 110ൻ്റെ 20% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. 110ൻ്റെ 10% എത്രയാണ്? ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടാൽ 11 ആണ്. അങ്ങനെയാണെങ്കിൽ 20% ഇതിൻ്റെ ഡബിൾ ആയിരിക്കില്ലേ? അപ്പോൾ 20% എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ ഇതിനോട് 22 കൂടെ ആഡ് ചെയ്തിട്ടാവും ഇവിടെ വരിക. അപ്പോൾ 110 പ്ലസ് 22 ഈസ് ഈക്വൽ ടു 132. ഈ 132 ആണ് നമ്പർ. ഇതിൽ വന്ന ചേഞ്ച് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ 100ന്ന് 132 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 32 എന്നുള്ള ആ ഒരു ചേഞ്ച് കിട്ടും. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയത്. നമുക്ക് പെട്ടെന്ന് ഒരു പോയിന്റ് മാറ്റി പെട്ടെന്ന് കുത്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു കൺവെൻഷണൽ മെത്തേഡിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ 2 നമ്പർ വന്നുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. പക്ഷേ 3ഓ 4ഓ വരുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊറ്റം ചെയ്ത് വീണ്ടും നമുക്ക് ഈ 32 പ്ലസ് ചെയ്തിട്ടാണ് വൈനോട് എക്സും വൈയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വൈ എന്ന് പറയുന്നത് പിന്നെ ഒരു നമ്പർ. ഇപ്പോൾ 20% വീണ്ടും ഇൻക്രീസ് ചെയ്ത് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ 30% ആണെങ്കിൽ നമുക്ക് വീണ്ടും ഇതുവരെ ചെയ്ത് വീണ്ടും നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് വീണ്ടും ചെയ്യണം. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് ആരോ മാർക്ക് ഇനി ഡിക്രീസ് ആവുകയാണെങ്കിൽ അടിയിലൂടെ നമുക്ക് ചെയ്തിട്ട് ലെസ് ചെയ്തിട്ടും പോകാൻ പറ്റും. ഇനി അടുത്ത വീഡിയോസിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.